എൻ്റെ പേര് ജനാർദ്ദൻ ബാബു. സ്വദേശം ചേർത്തലയ്ക്കടുത്ത് അർത്തുങ്കൽ, നിങ്ങൾക്കറിയാം, ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണല്ലേ, പള്ളിയുണ്ട്, നിങ്ങൾക്കറിയാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞാൻ ആലപ്പുഴ രൂപതയിലെ 36.5 വർഷക്കാലം അധ്യാപകനായി സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് എൻ്റെ 2 കുട്ടികളുണ്ട്. എൻ്റെ മോൾ ടീച്ചറാണ്. എൻ്റെ മേഖലയിലേക്ക് മോളുണ്ട്. മോനൊരു ബാങ്കിങ് മേഖല വർക്ക് ചെയ്യുന്നു. വൈഫ് ഹൗസ് വൈഫാണ്. ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് 2021 ഡിസംബർ മാസം 21-ാം തീയതിയാണ്. എന്നെ ആരാണ് ഇതിലേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേർത്തലക്കാരനായിരിക്കുന്ന ഞാൻ ധാരാളം നെറ്റ്വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കാര്യം ഞാൻ ചെയ്ത എല്ലാ മേഖലയിലും ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലിറങ്ങി അതിൻ്റെ ഫ്രൂട്ട് എടുത്ത് മാത്രമേ കരക്ക് കയറുള്ളൂ. അതാണ് ജനാർദ്ദൻ ബാബുവിൻ്റെ പ്രത്യേകത. ഞാൻ വരുമ്പോൾ പറയുന്നതല്ല, ഒരു കാര്യം ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ അസോസിയേറ്റ് ഉള്ള ഒരു ശ്രീസൻ സാറുണ്ട്. അദ്ദേഹം ഇന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ, ഇപ്പം ഇന്നലെ ഞാൻ കണ്ടിരുന്നു, അദ്ദേഹം ഒരു 4 മാസക്കാലം എന്നെ ഫോളോ അപ്പ് ചെയ്തു. ആലോചിക്കണം, 4 മാസക്കാലം എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാനൊരു സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വഴുതി ഇങ്ങനെ നിൽക്കും, മോനെ ചേർക്കാന്നൊക്കെ പറയും. അങ്ങനെ എന്നിട്ട് അവസാനം 3-ാം മാസം കഴിഞ്ഞപ്പോൾ ഞാനിത് പഠിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന് അറിയാം ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് നന്നായി ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇങ്ങനെ ഞാൻ വന്നു. വിതിൻ 3 months കൊണ്ട് ഞാൻ ഏകദേശം 100-ലധികം ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരികയും 10 റാങ്കുകൾ, ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയിലാണ് ഞാൻ വന്നത്. അതിൽ 13 റാങ്ക് ഉണ്ടെങ്കിൽ അതിൽ പി എന്ന് പറഞ്ഞ പ്ലാനിലെ മുഴുവൻ വാലറ്റുകളും എ എന്ന് പറഞ്ഞതിൽ റൂബി ഇതുവരെ കോഴ്സ് വരെ ഞാൻ അച്ചീവ് ചെയ്തു. അപ്പോൾ 13 റാങ്കിൽ 10 റാങ്ക് ഞാൻ വിതിൻ നോ ടൈം, അത്രയും സമയം കൊണ്ടിരിക്കെ ചെയ്യാൻ സാധിക്കും. എൻ്റെ അസോസിയേറ്റ് ആയിരിക്കുന്ന ഒരു 22 പേര് ഇതിനകത്തിരിപ്പുണ്ട്. അവരാണ് എന്നെ എത്തിക്കാൻ. അപ്പോൾ അവരെ എന്നോട് ചെയ്ത എൻ്റെ കൂട്ടത്തിൽ വന്നു. അവർ നന്നായി വർക്ക് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചറുണ്ട്, മേരി ജെസി വെള്ളിറ്റ് എന്ന് പറയും. ആ ടീച്ചറൊക്കെ ആ തുടക്കകാലം മുതൽ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതാണ് എനിക്കിതിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ വന്നു. ഇതിലെത്തിയ ശേഷം എനിക്കുണ്ടായ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് അടുത്ത ഇത് ക്രിപ്റ്റോ കറൻസി ആക്കി മാറിക്കഴിഞ്ഞപ്പോഴേക്കും ആ ബിസിനസ്സിൽ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകും. കാര്യം ഞാൻ കൊണ്ടുവന്ന എല്ലാവരെയും തന്നെ ഞാൻ കോടീശ്വരന്മാരാക്കുന്ന നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കാരണം 10,000-ന് മുകളിൽ PVC മറ്റോ അവരുടെ കയ്യിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അവരുടെ വീടുകൾ, ചെയ്യാത്തവരുടെ വീടുകളിൽ ചെന്ന് അവരെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ശേഷം മാത്രമേ ജനാർദ്ദൻ ബാബു പിൻവാങ്ങുകയുള്ളൂ. അല്ലാതെ എനിക്ക് മാത്രമല്ല, ഞാൻ എന്ത് വാങ്ങുന്നു, ഞാൻ എന്ത് ഉപയോഗിക്കുന്നു, എൻ്റെ അസോസിയേറ്റിനെ ആ നിലയിൽ എത്തിക്കുന്നതാണ് എനിക്കത് മതി ഇനിയും. കാര്യം ഓൾറെഡി എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ 20-23 പേരെ ഞാൻ റെഫർ ചെയ്തു. അത് 3 കൂടിപ്പോയി. അവസാനം ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ 5 അടിച്ചപ്പോൾ അതിനകത്ത് 3 കൂടിപ്പോയതാണ്. അത് കൂടാതെ എൻ്റെ അക്കൗണ്ടിലുണ്ട് 20 അക്കൗണ്ട്. എൻ്റെ മോളുണ്ട്. മോൾ ഓൾറെഡി ഇതിനകത്ത് വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മോനുണ്ട്. അവനിപ്പോൾ ഒരു ജോലിക്ക് പോകണമെന്നാണ് ഞാൻ ശരിക്കും സത്യസന്ധമായിട്ട് പറയാം. ഞാൻ അവരെ ജോലിക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു ജോലിക്കാരാണെങ്കിൽ അവർ ചെയ്യണമെങ്കിൽ ഞാൻ കുഴപ്പം പറയത്തില്ല. കാര്യം ജോബ് ഈസ് വെരി ഗുഡ്, നല്ല കാര്യമാണ്. ഒരു എൻഗേജ്മെന്റ് വരുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൽ 15,000, 20,000, 30,000 വരെ ഇപ്പം PVC മറ്റോ കയ്യിരിക്കുന്ന ആലോചിച്ച് നോക്കും. 1000 രൂപ എന്താ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കും. അപ്പോൾ എനിക്കെന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇല്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരെയും, അപ്പോൾ അതാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളായ പൊസിഷനിലേക്ക് നമ്മളെ താഴെയുള്ളവരെ കൊണ്ടുവന്ന, ഇല്ലേ, കൊടുക്കുന്നവരുടെ അതായത് വിദ്യ പോലെ തന്നെയാണ്. ഇത് എത്ര പേർക്ക് നമ്മൾ കൊടുക്കുന്നു, എത്ര പേര് നമ്മൾ കോടീശ്വരന്മാരാക്കുന്നു, അതേ അനുസരിച്ച് നമുക്കും എന്ത് കിട്ടും, നമ്മളവിടെ വലിയ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായ സിസ്റ്റമാണ്, ഇല്ലേ? നല്ല ചോദിക്കേ, ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പം ഞാൻ വളരെ വർഷങ്ങളായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് എനിക്കൊരു ലക്ഷറി വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു 5 വർഷമായി വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുക. ഞാനും എൻ്റെ മോന് ഭയങ്കര ക്രേസാണ് വാഹനങ്ങളോട്. ഏത് വണ്ടി ഇറങ്ങിയാലും അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും, അവിടെ പോയി വണ്ടി ഓടിച്ചു നോക്കും. അതിനെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, 6 മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ 2024 ഫെബ്രുവരി 8-ാം തീയതി, പ്രത്യേകത ഉണ്ട്, എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയി. 37ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. ഈ ഡേറ്റ് എങ്ങനെ ഒത്തുവന്നു എനിക്കറിയില്ല കേട്ടോ. ഈ വണ്ടി ഡെലിവറി ആകാൻ ആ ഡേറ്റാണ് കിട്ടിയത്. ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കി. അന്ന് ഇവിടെ ഇരിക്കുന്ന 40ഓളം ആൾക്കാർ, ഇവിടെ ഇരിക്കുന്ന പല നമ്മുടെ പ്രിയപ്പെട്ടായിട്ടുള്ള ലീഡേഴ്സ് അന്ന് ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ എറണാകുളത്ത് ഞാൻ വാഹനം എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സാധിക്കും.
കാര്യം ഞങ്ങൾ ഒരു പറ്റം ലീഡർമാര് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. കാര്യം ഞങ്ങളിപ്പോ പറയുമ്പോൾ ഞങ്ങൾ ബ്ലഡ് അരിയൊന്ന് മുറിച്ചു നോക്കി, ആ ബ്ലഡ് ഓടിക്കൊണ്ടിരിക്കുന്നത് എയർലൈൻ ഇന്റർനാഷണൽ പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ടതിനകത്ത് വേറെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ പോകുന്ന ചരിത്രമില്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അപ്പൊ നമ്മൾ ഒറ്റയ്ക്കല്ല, ഇവിടെ ഒറ്റയ്ക്ക് നമ്മൾ ആരുമല്ല, നമ്മളൊരു കൂട്ടായ്മ. ഇപ്പൊ ഇത്രയും പേരില്ലേ, കൂട്ടായ്മ വരാൻ എന്റെ ബലം ഭയങ്കരമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരെയും വിജയിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അക്ഷീണം പ്രയത്നിക്കാൻ തയ്യാറാണ്. അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള വാഗ്ദാനം. അതാണ് എന്റെ കൂടെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന ഒരാൾ പോലും നാളെ അവരുടെ കുട്ടികൾ ഇല്ലേ ഒരാളുടെ മുമ്പിൽ കൈനീട്ടാൻ ഇടവരും. അവരെല്ലാം കോടീശ്വരന്മാരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാണ്. ഇതിനകത്ത് അത്ര സിമ്പിളാണ് സിസ്റ്റം. ഇവിടെ നമുക്കറിയാം, നമ്മൾ സാധാരണ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നതാണ്, നമ്മൾ ഏത് ജോബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും. നമ്മൾ 80% വർക്ക് ചെയ്യുമ്പോഴാണ് 20% ആ സിസ്റ്റം നമുക്ക് റെന്യൂമറേഷൻ തരുന്നത് അല്ലേ. തീർച്ചയായിട്ടും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. എന്താ സംഭവം? നമ്മൾ ആകെ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പൊ അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? നമ്മുടെ കയ്യിലുള്ള പൈസക്ക് ഇപ്പോൾ 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരാളെ പോലും ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കോടീശ്വരനാകാനുള്ള വഴി ഇതിനകത്തുണ്ട്. ഇനി അത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? അതിൽ എല്ലാവർക്കും കാണില്ലല്ലോ. അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ സൗഭാഗ്യം നമ്മൾ 20 പേർക്ക് കൊടുക്കുക. അവരെ ഒന്ന് എന്ത് ചെയ്യണം? അവരെ ഒന്ന് കോടീശ്വരന്മാരാക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ നമ്മൾ വലിയ ആ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അതിനെ നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന ലീഡർമാരുമായിട്ട് ചോദിക്കുക. ഞങ്ങൾ ആരോട് ചോദിച്ചാലും ഞങ്ങൾ ഏത് സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അല്ലേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മുടെ ഞാനിപ്പോ ഇന്നാണ് നേരിട്ട് നമ്മുടെ സാറിനെ കാണുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഞങ്ങൾ അല്ലാതെ തന്നെ എല്ലാവരും കണ്ണൂർ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി സമയം കളയരുത്. എന്തുകൊണ്ടാ? ഈ കോയിന്റെ വില ഇല്ലേ, നമ്മൾ അറിഞ്ഞില്ല. ഈ ബിറ്റ് കോയിൻ വന്നപ്പോൾ നമ്മളോട് ജീവനോടെ ഉണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ സ്ഥാപനത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് അറിഞ്ഞില്ല, നമ്മുടെ ആരും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നോ? ഇല്ല, നമ്മൾ അറിഞ്ഞില്ല. അത് ഇന്ന് നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നടക്കുവോ? ഏതാണ്ട് 63 ലക്ഷം 65 ലക്ഷമാണ് അതിന്റെ വില ഇല്ലേ. അങ്ങനെയല്ലേ? ആ കോയിന്റെ വിലയേക്കാൾ വില വരുന്ന കോയിനാണ്, അവർ തന്നെ കൊണ്ടുവന്ന കോയിനാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സിസ്റ്റത്തിലൂടെ 2 രൂപ 60 പൈസയ്ക്കാണ് കിട്ടുന്നത്. 10 അല്ലെ USDT നമ്മൾ റെഡീം ചെയ്ത് അതിലേക്ക് മാറ്റി വാങ്ങിച്ചാൽ എന്ത് കിട്ടും? 500 PVC മറ്റേ കിട്ടും. ഇപ്പൊ നമ്മുടെ പ്രസന്റ് വില എത്രയാണ്? ഒരു USDTക്ക് 130 രൂപ. അപ്പൊ 1300 രൂപയുടെ USDT നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റുമ്പോൾ എന്ത് കിട്ടും? 500 കിട്ടും. അപ്പൊ 1300 ഞാൻ അങ്ങനെ കണക്കെഴുതിയാലും കൂട്ടും. 1300 ഡിവൈഡഡ് ബൈ 500, 2 രൂപ 60 പൈസക്കാണ് ഇത് കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഇത് അടുത്ത ജനുവരി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് പുറത്തോട്ട് സംഗതിയില്ല, ട്രേഡിംഗ് തുടങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? 3-4 മാസങ്ങൾ കഴിയുമ്പോൾ ഈ 2 രൂപ 60 പൈസ എന്ത് സംഭവിക്കും? 1000 രൂപയായിട്ട് മാറുന്നു. സാർ ഇവിടെ നമ്മൾ പറഞ്ഞു സ്വർണവും വാങ്ങുന്ന പോലെയാണ് അല്ലേ. ഞാൻ എൻ്റെ മോളുടെ കല്യാണത്തിന്റെ സമയത്ത് സ്വർണം വാങ്ങിച്ചപ്പോൾ 18,000 വാങ്ങിച്ചു, 20,000 22,000 വാങ്ങിച്ചു, അവസാനം 25,000 വാങ്ങിച്ചു കല്യാണത്തിന്റെ ആ സമയമായപ്പോൾ. അത് ഇപ്പോ ഏതാണ്ട് 57,000, ഇന്നത്തെ വിലയ്ക്ക് 57,000 ആണ്. കഴിഞ്ഞ ദിവസം കൂടിയ കുറേയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഒരു 120%